പുറത്തുവരുന്ന വാർത്തകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാവ്യവസ്ത്രം ധരിച്ചവരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ തന്നെ അവരുടെ നേരെ തിരിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദയുടെ ശിഷ്യൻ നേരിടേണ്ടി വന്ന ക്രൂരമായ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. पकड़ा और ये हमारा शिखा केवल नहीं है, ये वेद पाठी जो सनातनी चिद्रपीणी माता जो देवी को मानते हैं, चिद्रपीणी महामाया दिव्य तेव सन्मित तिष्ट देवी शिखा मध्य तेजस्वी कुरुष में जो शिखा चिद्रपीणी माता देवी बैठती हैं, विराजमान होती हैं। आज उस देवी का अपमान किया है। जिस वो जो वेद पाठी हैं वो जो यज्ञ पवित्र संस्कार से आते हैं, जो सनातनी परंपरा से आते हैं, आज ब्राह्मण का ब्रह्म दोष का उन्होंने अपमान किया है। ऐसे शिखा पकड़ के ले जाके कोई कानून में है आप बताइए। आपको अंदर ले गए, वहाँ पर क्या हुआ? अंदर ले जाने के बाद हमका कपड़ा उतारा गया और जोर जोर से मारे, जितना हाथ से होता है लात से होता है उसको लेटा आपको मारे? जी, आप वीडियो भी देख सकते हैं। बाहर तक का थे, अंदर का पूरा अभी नहीं आ पाया, इतना मारे हम लोगों को। और मैं ही था अकेला। उसके बाद दो लोग हमारे साथ आए, उनको इतना मारे, हमको इतना मारने के बाद उनका रहर मिल गया और दूसरे को बुलाए मारो। ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ആ വെളിപ്പെടുത്തൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദയുടെ ശിഷ്യൻ നേരിട്ട് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ ആരും ഒന്ന് പകച്ചു പോകും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവർ RSSുകാർ എന്റെ കയ്യിലുണ്ടായിരുന്ന ചെങ്കോൽ ബലമായി പിടിച്ചു വാങ്ങി, സന്യാസത്തിന്റെ അടയാളമായ എന്റെ ശിഖ പിടിച്ചു വലിച്ചു, ശേഷം എന്നെ വലിച്ചഴച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഒരു സന്യാസിയെ അദ്ദേഹത്തിന്റെ വേഷത്തെ പോലും മാനിക്കാതെയാണ് ഈ അക്രമം നടന്നത്. അകത്തു കടന്നപ്പോൾ മർദ്ദനം തുടർന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. ഒരു മനുഷ്യനോട്, അതും ആധ്യാത്മിക പാതിൽ സഞ്ചരിക്കുന്ന ഒരാളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് അവിടെ അരങ്ങേറിയത്. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട പല ചോദ്യങ്ങളുണ്ട്. ആരാണ് ഭരിക്കുന്നത്? BJP സർക്കാർ. ആർക്കാണ് മർദ്ദനമേറ്റത്? ഒരു സന്യാസിക്ക്. സനാതന ധർമ്മത്തിന്റെ സംരക്ഷകർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് ഭരണത്തിലിരിക്കുന്നത്. എന്നിട്ടും അവരുടെ മൂക്കിന് താഴെ അവരുടെ തന്നെ അണികൾ എന്ന് ആരോപിക്കപ്പെടുന്നവർ സന്യാസിമാരെ അപമാനിക്കുന്നു, തല്ലിച്ചതക്കുന്നു. ഇത് കേവലം ഒരു വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല, ഭാരതീയ സംസ്കാരത്തിനും ഏറ്റ വലിയൊരു പ്രഹരമാണ്. അധികാരത്തിന്റെ ലഹരി തലക്ക് പിടിച്ചാൽ പിന്നെ മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കില്ല എന്നതിന്റെ തെളിവാണിത്. ഒരു സന്യാസിയുടെ ചെങ്കോൽ പിടിച്ചു വാങ്ങുക, ശിഖക്ക് പിടിച്ചു വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അവരുടെ വിശ്വാസത്തെയും തപസ്സിനെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ വികാരത്തെയാണ് ഈ പ്രവൃത്തിയിലൂടെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം അക്രമങ്ങൾ കണ്ടില്ലെന്നടിക്കാൻ നമുക്കാവില്ല. സന്യാസിമാർ ആദരിക്കപ്പെടേണ്ടവരാണ്, അല്ലാതെ തെരുവിലിട്ട് തല്ലേണ്ടവരല്ല. ഈ ചെയ്ത തെറ്റിന്, ഈ ക്രൂരകൃത്യത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ഞാൻ വ്യക്തമായി പറയുന്നു, ഈ കുറ്റകൃത്യത്തിന് നരേന്ദ്രമോദിയും BJPയും മാപ്പ് പറയണം. സന്യാസി സമൂഹത്തോടും ഭാരതത്തിലെ ഓരോ വിശ്വാസിയോടും അവർ മാപ്പ് പറഞ്ഞേ തീരൂ. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ഇതാണ് ഇന്നത്തെ വിഷയം. ഒരു സന്യാസിക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സനാതനധർമ്മം സംരക്ഷിക്കപ്പെടേണ്ടത് ഇങ്ങനെയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. സത്യാവസ്ഥകൾ ഇനിയും തുറന്നു പറയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്